ഹരി നമഃ ശിവായ. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ സ്വാഗതം. നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഞാൻ വലിയൊരാളായിട്ടല്ല, എന്നാൽ അറിയുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി പറയുന്നെന്ന് മാത്രം. നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മന്ത്രം കരിനീലി, കല്ലടിക്കോട് കരിനീലി മന്ത്രം. കരിനീലി എന്ന മാതാവ് ഒരു യക്ഷീഗണത്തിലാണ് തന്ത്രശാസ്ത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ മലബാര കർമ്മത്തിൽ അങ്ങനെയല്ല. ഒരു സകല മാതാക്കളുടെയും മാതാവ് എന്ന രീതിയിലാണ് കരിനീലി അമ്മയെ വിശേഷിപ്പിക്കുന്നത്. കരിനീലി അമ്മയുടെ ഉപാസന എങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ, കല്ലടിക്കോട് മലബാരത്ത് മലമുകളിൽ, അത് ഫോറസ്റ്റിൻ്റെയൊക്കെ അനുവാദം വേണം ഇപ്പോൾ. പണ്ടൊക്കെ ഞാൻ പോകുന്ന കാലത്ത് അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു ദിവസം നമ്മൾ അവിടെ ചെന്ന് നമ്മൾക്കറിയാവുന്ന പോലെ പൂജകളൊക്കെ, ആ ഒരു ഗുഹ പോലെയാണ്, ഒരു പാറയുടെ ഗുഹയാണ്. അവിടെ 3 കല്ലുകളൊക്കെ ഇരിക്കുന്നുണ്ട്. ആരാണ് എന്താണെന്ന് നമുക്കറിയില്ല. കൊണ്ടുപോയ ആൾ പറഞ്ഞു, നിങ്ങൾക്കറിയുന്ന പോലെയൊക്കെ പൂജിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും കാളിക്ക് അവിടെ ഭക്ഷണങ്ങളൊക്കെ വിധാനം ചെയ്ത് കല്ലടിക്കോട് കരിനീലിക്ക് കർമ്മങ്ങളൊക്കെ അറിയാവുന്ന, അന്ന് കാലത്ത് അറിയാവുന്ന പോലെയൊക്കെ ചെയ്ത് ഭജനം ഇരുന്നു എന്നോ. ആ ഭജനം ശരിക്കും എങ്ങനെയാണ് ഉപാസന എടുക്കേണ്ടതെന്നെങ്കിൽ, അവിടെ 3 ദിവസമോ, അവിടെ നമ്മൾ ഫോറസ്റ്റുകാർ അനുവദിക്കുന്ന ദിവസം അവിടെ നിൽക്കണം. നിന്ന് നമ്മൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ തന്നെ സേവിച്ച് അറിയാവുന്ന കരിനീലി മന്ത്രങ്ങളൊക്കെ ചൊല്ലണം എന്നാണ് പറയാം. അത് ഗുരുവിൽ നിന്നാണ് മന്ത്രങ്ങൾ ദീക്ഷ മേടിക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഉറക്കത്തിൽ, ചിലർക്ക് ഉറക്കത്തിൽ ദർശനം തരും. അങ്ങനെയാണ് അതിൻ്റെ ഒരു സമ്പ്രദായം. ചിലർക്കത് കിട്ടാതെ വരാം. അപ്പോൾ അത് അവരവരുടെ മുൻജന്മ സുഹൃതം പോലെ ഇരിക്കും. എന്തായാലും ഞാൻ കാലത്ത് പോയി വൈകിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് എൻ്റെ ഒരു രീതി. എനിക്ക് അതിനുശേഷം ഒരുപാട് വിദ്യാഗുണങ്ങൾ കിട്ടുകയുണ്ടായി. മുൻകാലങ്ങളിലൊക്കെ ഞാനിത് അലഞ്ഞു തിരിഞ്ഞ് നടക്കാറ് പതിവ്. പക്ഷെ അവിടെ പോയി വന്നതിന് ശേഷം, എനിക്ക് സ്വപ്ന ദർശനമൊന്നും കിട്ടിയില്ലെങ്കിലും അവിടെ പോയി വന്നതിന് ശേഷം എനിക്ക് ആഗ്രഹിക്കുന്ന എല്ലാ അറിവുകളും ഓരോ ഗുരുക്കന്മാർ തരാൻ തുടങ്ങി. അതും ഒരു കെട്ടുകണക്കിന് അറിവുകൾ തരാൻ തുടങ്ങി. അതുവരെ അലഞ്ഞു തിരിഞ്ഞ്. അപ്പം നമ്മളുടെ പ്രാർത്ഥന, നമ്മുടെ മനസ്സ് അമ്മ കാണുന്നുണ്ടായിരുന്നെന്ന് മനസ്സിലായി. അവിടെ ഞാൻ കാലത്ത് ഒരു 7-8 മണിയോടുകൂടി കയറി വൈകുന്നേരം ഒരു 8-7 മണിയോടുകൂടി ഇങ്ങോട്ട് തിരിച്ചു വരുന്ന പോലെ പോന്നു. ഇതാണ് എൻ്റെ ഒരു ചടങ്ങായിരുന്നത്. അവിടേക്ക് ഇപ്പോൾ കയറണമെങ്കിൽ കൊണ്ടുപോകുന്ന ആൾക്ക് പൈസയൊക്കെ കൊടുക്കണം, ഫോറസ്റ്റിൻ്റെ ഒക്കെ അനുവാദം മേടിക്കണം എന്നാണ് പറയാം. എന്തായാലും വർഷക്കാലത്ത് പറ്റില്ല. വർഷക്കാലത്ത് അട്ടശല്യം ഉണ്ടായിരിക്കും. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, കരിനീലി അമ്മ ഒരു നിസ്സാര മൂർത്തിയല്ല. തീക്കട്ടയാണ്. അത് തൊടാതെ നോക്കുക. തൊട്ട് കഴിഞ്ഞാൽ അതിന് എന്തായാലും ഒരു പൊള്ളൽ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ വളരെ ഭക്തിയോടും ഭയത്തോടും കൂടിയേ അമ്മയെ ഭജിക്കാവൂ എന്ന് പറയാം. കരിനീലി അമ്മ വിഷ്ണുവായ സ്റ്റാത്തന്മാരുടെ അമ്മയാണെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അങ്ങനെ ഒട്ടനവധി മന്ത്രങ്ങളൊക്കെ വായിക്കുകയുണ്ടായി.
ചിലരത് കൂളിവാക തന്നെയാണ് കരിനീലി എന്നും പറയുന്നവരുണ്ട്. അതിൻ്റെ ഒരു അന്വേഷണങ്ങളെല്ലാം ഒരുപാട് വായിച്ചെന്നൊക്കെ എനിക്കതൊരു തീരുമാനത്തിലെടുക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും കരിനീലി അമ്മ തന്നെ ആയിരിക്കണം ചാത്തന്മാരുടെ അമ്മ എന്ന് വിശ്വസിക്കുന്നു. കാരനീലി വയറ്റിൽ പിറന്നവനെ വിഷ്ണുവായി എന്നുള്ള മന്ത്രങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ കാരനീലി തന്നെയാണ് കരിനീലിയും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള ആ അമ്മയുടെ മന്ത്രം ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നു. മന്ത്രങ്ങൾ ഈ മന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ യാതൊരുവിധ നൊയമ്പുകളോ ഒന്നും അതിൻ്റെ ആവശ്യമില്ല. അമ്മയിൽ പരിപൂർണ ഭക്തി ഉണ്ടാവണം എന്ന് മാത്രം. ആ ഭക്തിയോടുകൂടി ഉപാസിക്കുക എന്നാണ്. നമ്മൾ ഏത് രീതിയിലാണോ അമ്മയെ കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, നമ്മൾ മത്സ്യമാംസാദികൾ കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ മത്സ്യമാംസാദികൾ വച്ചുകൊണ്ട് അമ്മയെ ഉപാസിക്കണം. നമ്മൾ അതല്ല പച്ചക്കറികളാണ് കഴിക്കുന്നതെങ്കിൽ, സ്ഥിരമായി കഴിക്കുന്നതെങ്കിൽ, വെജിറ്റേറിയൻ ആണെങ്കിൽ ആ വെജിറ്റേറിയൻ ഭക്ഷണം വെച്ചാൽ മതി. നമ്മൾ എന്തു കഴിക്കുന്നു അത് തന്നെ അവർ ഉൾക്കൊള്ളും എന്നർത്ഥം. ഈ മന്ത്രം നമ്മൾ നിത്യം 108 ഉരുവാണ് ജപിക്കേണ്ടത്. ഒരു വിളക്ക് കൊളുത്തി വയ്ക്കണം. ഈ നേരത്തെ പറഞ്ഞ പോലെ നിവേദ്യങ്ങൾ വയ്ക്കണം. എന്തായാലും മധ്യമ പൂജയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്തായാലും നമുക്ക് മദ്യം ഒഴിവാക്കാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ മാംസം ചുട്ടോ അല്ലെങ്കിൽ കറി വെച്ചോ വയ്ക്കണം എന്നാണ് അതിൻ്റെ ഒരു സിസ്റ്റം. വിശേഷമായി നമ്മൾ എന്നാണ് തുടങ്ങുന്നത് ഉപാസന, അന്ന് എല്ലാ നിവേദ്യം വയ്ക്കണം. അവില്, മലര്, കൽക്കണ്ടം, മുന്തിരി, വറപൊടി, മദ്യം, മത്സ്യം, മാംസം, പപ്പടം, പുഴുക്ക്, ഇതൊക്കെ നമ്മൾ വെച്ചിട്ട് വേണം. പുട്ട്, അട, ഓട്ടട, പൊരുത്തലട, ഇങ്ങനെയൊക്കെ ഈ അട വിഭാഗങ്ങളൊക്കെ വെച്ചിട്ട് വേണം ആദ്യത്തെ ദിവസം തുടങ്ങാൻ. പിന്നൊക്കെ മദ്യവും വേറെ എന്തെങ്കിലും ഒരു കൂട്ടം മതി. അങ്ങനെ നമ്മൾക്ക് 41 ദിവസം നമ്മൾ ഇതിന് ഉപാസിച്ച് വ്രതമെടുക്കണം എന്നാണ് പറയണം. ആ വ്രതമെടുക്കുമ്പോൾ യാതൊരു കാരണവശാലും മറ്റുള്ള ദേവീദേവന്മാരെ ആരാധിക്കാനോ പൂജിക്കാനോ പാടില്ല. അത് അമ്മയുടെ ഒരു പ്രത്യേകതയാണ്. അമ്മയെ സ്വയം ദുർഗ തന്നെയാണ്, പരാശക്തി തന്നെയാണ് കരിനീലി എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. ആ അമ്മയുടെ മന്ത്രം നിങ്ങൾ സേവിച്ചാൽ സകല മലവാര ദൈവങ്ങളും നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നതായി പറയുന്നുണ്ട്. വീരഭദ്രനായിക്കോട്ടെ, ചാത്തന്മാരായിക്കോട്ടെ, എല്ലാ വെള്ളൊടി മൂർത്തിയാവട്ടെ, കള്ളൊടി മൂർത്തിയാവട്ടെ, കാരനീലി ആയിക്കോട്ടെ, എല്ലാ ദേവീദേവന്മാരും, കൊച്ചൊടി വന്തലയായിക്കോട്ടെ, നായാടി മുത്തപ്പനായോട്ടെ, എല്ലാ മലംകുറുത്തി ദേവന്മാരായിക്കോട്ടെ, എല്ലാ മലവാരമൂർത്തികളും ആ അമ്മയുടെ കീഴിൽ നിൽക്കും എന്നാണ് ഗുരുവചനം. ആ അമ്മയുടെ ഒരു മന്ത്രമാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. സശ്രദ്ധം വായിച്ച് പഠിക്കുക, എന്നിട്ട് ഉപാസിക്കുക. താല്പര്യമുള്ളവർ ഉപാസിക്കുക. മന്ത്രം ഞാൻ പറയാം. ഇതിന് ഛന്ദസ്, ഋഷി ഛന്ദസ്സൊന്നുമില്ല. ഇതൊരു മലവാര ദ്രാവിഡ കർമ്മമായതുകൊണ്ട് അത്തരത്തിലില്ല. എന്നാൽ ചില മലവാര ദ്രാവിഡ കർമ്മങ്ങൾക്ക് ഋഷി ഛന്ദസ് കാണുന്നുണ്ട് ചില ഭാഗങ്ങളിലെല്ലാം. എന്തായാലും ഇതിന് അങ്ങനെയില്ല. മന്ത്രം ചൊല്ലാം. ഓം
അങ്കാരകാരച്ചാത്ത കല്ലടിക്കോട്ട് ഉണ്ണിയിളം പിലാവിൻ കീഴേ വേങ്ങാ ചുവട്ടിൽ കാരമുള്ളു താഴെ ജനിച്ചവളെ കരിനീലി നിന്റെ കച്ചയും ചേലയും കറുപ്പും കെട്ടിയുടുത്ത് ഇടത്തെ കയ്യിൽ കുണ്ടം കുടയും വലത്തെ കയ്യിൽ അരിവാളും വയറുവള്ളിയും വലത്തു വെച്ച് പൂജ കൊണ്ടിരുത്തി നീയും നിന്റെ ഭർത്താവും 74 മലവാരവും 42 കളിയാളരും കൊച്ചൊടി മൂർത്തിയും കൊച്ചൊടി വെന്തലയും കൊച്ചൊടി മൂർത്തിയും വെള്ളുടി വെന്തലയും മറുത്തവൻ എന്നൊരു വെന്തലമൂർത്തി നീ എനിക്ക് വശമായിരിക്കെ സ്വാഹ സ്വാമിയൻ ഗുരുവിനാണേ സ്വാഹാവും കല്ലടിക്കോട്ട് കരിനീലി അമ്മേ സ്വാഹ. ഇതാണ് മന്ത്രം. ഈ മന്ത്രം 108 ഉരുവാണ് ജപിക്കേണ്ടത്. വളരെ ശക്തിവത്തായ മൂർത്തിയാണ്. വളരെ ഭക്തിയോടുകൂടി തന്നെ അമ്മയെ ഉപാസിക്കണം. ഉപാസിച്ച് നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറിമറിയും. സകല ഐശ്വര്യങ്ങളും വന്നു ചേരും. ഇത്തരം കൊച്ചു കൊച്ചു അറിവുകളാണ് എൻ്റെ എപ്പിസോഡിലെല്ലാം ഞാൻ പ്രതിപാദിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ അടിയൻ്റെ ഈ എളിയ ചാനലിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് കല്ലടിക്കോട് കരിനീലി അമ്മയുടെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. കുടുംബ പരദേവതയുടെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. എൻ്റെ ഫോൺ നമ്പർ ഒരുപാട് പേര് ചോദിക്കുകയുണ്ടായി. എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. എല്ലാ മന്ത്രങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അതെല്ലാവരും ശ്രദ്ധിക്കണം. എന്നെ നേരിട്ട് സംസാരിക്കണമെങ്കിലോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അറിയണമെങ്കിലോ നിമിത്തം കൊണ്ട് അറിയണമെങ്കിലോ വാട്സാപ്പിലൂടെ വിളിച്ചാൽ മതി. അത് ഒരൊറ്റ പ്രാവശ്യം വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. കാര്യങ്ങൾ അറിയണമെന്ന് മാത്രം പറയുകയാണെങ്കിൽ നിമിത്തം അനുസരിച്ച് അമ്മയുടെ ആജ്ഞപ്രകാരം ഞാൻ പറയും. അതിന് പേരോ നാളോ ഒന്നും വേണ്ട. അതല്ല വിശദമായി ജ്യോത്സ്യം വെച്ച് കവടി വെച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ പേരും നാളും സ്ഥലവും വീട്ടും പേരൊക്കെ വെച്ചുകൊണ്ട് സെൻഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒഴിവാകുമ്പോൾ ഞാൻ നോക്കി രാശി വെച്ചുകൊണ്ടിരിക്കലെ നിങ്ങളെ ഞാൻ വിളിക്കാം. ഇതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. പ്രശ്നമെടുക്കാൻ രാശി വെച്ച് നോക്കുന്നതിനാണെങ്കിൽ 1000 രൂപയാണ് ദക്ഷിണ വാങ്ങുന്നത്. അതൊരു വലിയൊരു തുകയൊന്നും അല്ലെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും എന്തെങ്കിലും ഒരു ദക്ഷിണ വാങ്ങണ്ടേന്ന് ചോദിച്ചിട്ട് ഒരു 1000 രൂപ വാങ്ങുന്നുണ്ട്. നിമിത്തം അനുസരിച്ച് പറയുന്നതിന് പൈസയൊന്നും ഈടാക്കണില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തരാം. എന്തായാലും മറ്റൊരു അറിവുമായി വരുന്നത് വരെ എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മാസത്തിലെ ഗുരുതി വരുന്നത് 24-ാം തീയതിയാണ്. ഇംഗ്ലീഷ് മാസം 24-ാം തീയതിയാണ് അമാവാസി ഗുരുതി വരുന്നത്. കാളിക്ക് ബലികർമ്മം കൊടുക്കുന്ന അമ്മ. അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ 3500 രൂപയാണ് അതിൻ്റെ ഗുരുതി പണം. അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അയക്കാം. വീട്ടും പേര് നാള് കാര്യങ്ങളൊക്കെ അയക്കാം. അതിൻ്റെ പ്രസാദം ഞാൻ തിരിച്ച് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. മറ്റൊരു അറിവുമായി വരുന്നത് വരെ എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരിയോം നമഃ ശിവായ.